തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചായം പദ്ധതിയും അംഗൻവാടികളുടെ ശീതീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അംഗൻവാടി കുട്ടികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് അംഗൻവാടിയിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. സജിത അധ്യക്ഷയായി. അംഗൻവാടി ചുമരുകളിൽ വ്യത്യസ്ത നിറങ്ങളിൽ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിലുള്ള ചിത്രങ്ങളും വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ കുട്ടികൾക്കായുള്ള ഫർണിച്ചറുകളും കുട്ടികൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ ഫ്ലോറിംഗ് സജ്ജീകരിച്ചാണ് ചായം പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, അംഗൻവാടി അധ്യാപികയും 14-ാം വാർഡ് മെമ്പറുമായ സുമന ജോഷി, അംഗൻവാടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ലതിക എന്നിവർ സംസാരിച്ചു. സ്ഥാപനങ്ങൾക്കാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകമാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ സംഖ്യയാണ്, ഏകദേശം 134ഓളം അംഗനവാടികൾക്ക് നമ്മുടെ ഏരിയയിൽ അത്രയും അംഗനവാടി ഉണ്ട്. 5 പഞ്ചായത്തിലായിട്ട് കോടിക്കണക്കിന് രൂപയാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികൾക്കായിട്ട്. ഇപ്പം ഇവര് ഗ്രാമപഞ്ചായത്ത് വെച്ചതുപോലെ തന്നെ ചായം പദ്ധതി, AC ഉൾപ്പെടെയുള്ള പദ്ധതി, അതുപോലെ പോഷകാഹാരം ലക്ഷങ്ങളാണ്, 25-30 ലക്ഷം രൂപയാണ് പോഷകാഹാരം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായുള്ള കുട്ടികൾക്ക് മറ്റേ സ്കോളർഷിപ്പ്, എണ്ണിയാൽ തീരാത്ത അത്രയും കോടികളുടെ സഹായമാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വർഷവും വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരാഗ്രഹം അംഗനവാടിയിൽ പഠിക്കാൻ